സ്നേഹക്കൂടി എപ്പോഴും പ്രേമവിവാഹത്തെ കുറ്റപ്പെടുത്തുന്നു. ഇതുകാരണം വിവാഹം കഴിഞ്ഞവരിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു. വിവാഹം കഴിഞ്ഞവർക്ക് ഒരു പോസിറ്റീവ് മെസ്സേജ് നൽകിക്കൂടെ? അത് എങ്ങനെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൂടെ എന്നാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. തീർച്ചയായിട്ടും പിന്നെ നമ്മളെന്താ വെച്ചാൽ ഈ പ്രേമം എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു അഭിഹിതം എന്നതാണ് ശരിയായിട്ടായിട്ടുള്ളത്. ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും തമ്മിലുള്ള അഭിഹിതമായിട്ടുള്ളൊരു ബന്ധമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത പങ്കാളിയെ, അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, അത് നമ്മൾ തിരഞ്ഞെടുക്കണം. പലപ്പോഴും വിവാഹ പരാജയങ്ങൾ സംഭവിക്കുന്ന ആളുകൾ പറയാറുള്ളത് അന്ന് ശരിക്കും ആലോചിച്ചില്ല, അന്വേഷിച്ചില്ല, അന്ന് വേണ്ട മാതിരി എൻ്റെ വാപ്പ കാര്യം ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്കന്ന് കണ്ടപ്പോൾ വേണ്ട മാതിരി ഞാൻ നോക്കിയില്ല, ഞാൻ ചോദിച്ചില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ സെലക്ഷൻ, അപ്പോൾ എനിക്ക് തിരഞ്ഞെടുക്കാനൊരു സ്വാതന്ത്ര്യമുണ്ട്, അത് ഞാൻ ബുദ്ധിപൂർവ്വം ചെയ്തില്ല എന്നതാണ് അവർ പറയുന്നൊരു പ്രശ്നം. അപ്പോൾ ഇത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരാളെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അയാളെ തന്നെ വേണമെന്നൊരു നിർബന്ധം ഉണ്ടാകാൻ പാടില്ല. അപ്പം പിന്നെ സെലക്ഷൻ ഇല്ലല്ലോ. ഈ പ്രേമത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മളൊരാളെ പരിചയപ്പെടുന്നു, നമ്മുടെ സെയിം ഏജ് ആവാം, അല്ലെങ്കിൽ ആരുമാവാം, ഒരു അന്യമതക്കാരനാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ദുശീലങ്ങളുള്ള ആളാവാം. പക്ഷെ അവിടെ നമ്മൾ അയാളെ തന്നെ വേണം എന്ന നിർബന്ധമാണ് പ്രേമിക്കുന്നവർ പറയുന്നത്. എനിക്കതല്ലാത്ത ഒരാളെ പറ്റൂല, എനിക്കതന്നെ വേണം എന്ന് പറയാം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ അവരേതെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാതെ വരികയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം, ഇതെൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ അവരെ സ്നേഹിക്കാനും അവരോട് സംവദിക്കാനും അവരുടെ ആശയവിനിമയം നടത്താനൊക്കെ തുടങ്ങുമ്പോൾ എന്താകും? തീർച്ചയായും ആ സ്നേഹം എന്ത് ചെയ്യും? വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ തിരഞ്ഞെടുപ്പ് നന്നായി, അതുകൊണ്ട് തനിക്ക് പറ്റിയ സ്ഥലം അല്ലെങ്കിൽ യോഗ്യത, മതബോധം എല്ലാം നോക്കി ഒരു വിവാഹം മുന്നോട്ട് കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാം നോക്കിയിട്ടാണ് ഒരു അറേഞ്ച്ഡ് മാരേജ് നടക്കുന്നത്. അപ്പോൾ പിന്നെ അത് എന്ത് ചെയ്യും? വിജയിച്ച് പോകാനുള്ള സാധ്യതകളെ അറിയാം. എന്നാൽ നമ്മളിതിലൊക്കെ എന്ത് തിരുത്തു പറഞ്ഞാലും ഇതൊരു ശരിയായ സെലക്ഷൻ അല്ലാത്തത് കൊണ്ടും ഒരു ദീനിയായ ഒരു വഴി അല്ലാത്തത് കൊണ്ടും എന്താണ്, ആ വിവാഹത്തിന് അതിൻ്റെതായ പരിക്കുകൾ ഉണ്ടാകും. ആ പരിക്കുണ്ടാണ് നമ്മൾ പറയുന്നത് കൊണ്ട് ഉണ്ടാകുന്നതല്ല പരിക്ക്. സ്വാഭാവികമായും ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ഖ, എൻ്റെ മാർഗ്ഗദർശനങ്ങൾ ഒരാൾ സ്വീകരിക്കുകയാണെങ്കിൽ അവൻ കഷ്ടപ്പെടേണ്ടി വരികയില്ല, അവൻ വഴിതെറ്റി പോവുകയില്ല. അപ്പോൾ എവിടെയെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം നമ്മൾ എന്ത് ചെയ്യാണ്? തെറ്റിച്ചാൽ അതിൻ്റെ ചില പരിക്കുകൾ നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രേമം എന്നുള്ളതൊരു തെറ്റാണ്, പക്ഷെ ഒരു വിവാഹം കഴിച്ചു എന്നുള്ളതൊരു ശരിയാണ്, അതൊരു ഹലാലായ കാര്യമാണ്. അപ്പോൾ വിവാഹിതരാകുമ്പോൾ അവർ എന്താണ്? ഇസ്ലാമികമായി നിയമപരമായി അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ അവർക്ക് കഴിയും. പക്ഷെ അവർ പ്രേമത്തിലൂടെ വിവാഹത്തിലേക്ക് വന്നു എന്നതിൻ്റെ ഒരു പരിക്ക്. നമ്മൾ പുറത്തുനിന്ന് ഗൂഗിളിൽ നോക്കിയാൽ പ്രേമ വിവാഹങ്ങളുടെ വിജയ സാധ്യത എത്രയെന്ന് ചോദിക്കുമ്പോൾ അത് ചിലർക്കൊരു 70%, 80%, 90% വരെയൊക്കെ പറയുന്നത്. 90% അത് പരാജയമാണെന്നാണ്. അപ്പോൾ അതെന്താണ്? ഈ രൂപത്തിലുള്ള ഒരു സെലക്ഷൻ ആവുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ പിന്നെ അവർക്കൊരു രക്ഷയില്ല എന്നൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരെയും ഇത്തരം വഴിയിലൂടെ വിവാഹത്തിലേക്ക് എത്താവുന്നവരെയും അതിന് ശരി പറഞ്ഞു കൊടുത്ത് നിരുത്സാഹപ്പെടുത്തുമ്പോൾ അത് സ്വാഭാവികമായി പ്രേമിച്ച് വിവാഹം കഴിച്ചവർക്ക് എന്ത് ചെയ്യാണ്? ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ നെഗറ്റീവാണ് എന്ന് തോന്നുന്നതാണ് സത്യത്തിൽ ഈ ചോദ്യത്തിന് പിന്നിലുള്ളത്. നമുക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തിൽ എന്ത് തെറ്റ് സംഭവിച്ചാലും ആ തെറ്റിന് അപ്പം മടങ്ങുക എന്നുള്ളതാണ്. ശരി, അപ്പോൾ ഒരു മദ്യപാനി, അയാൾക്കത് മദ്യപാനം തെറ്റാണെന്ന് പറഞ്ഞാൽ മടങ്ങുക. പ്രേമിക്കുന്ന ഒരാൾക്ക് തെറ്റാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നിർത്തുക. ഇനി മുതൽ ഒരു മെസ്സേജും എൻ്റെ അടുത്ത് വരില്ല, ഞാൻ നിർത്തി. പിന്നെ അവർക്ക് വിവാഹ സാധ്യത ഉണ്ടെങ്കിൽ വിവാഹം കഴിച്ചോട്ടെ. ആ വിവാഹം നടക്കുന്നതിലൂടെ ഒരു പ്രേമവിവാഹമാകുമ്പോൾ അതിൻ്റെ പരിക്കുകളൊക്കെ ഉണ്ടാകും. പക്ഷേ വിവാഹം എന്താണ്? ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവർക്ക് എന്താണ് ഒരു പരിഹാരം? നമുക്ക് പറയാനുള്ളത് ഒരു ശരിയായ ഈമാനികമായ ഒരു നല്ല അവസ്ഥയിലല്ലാതെ ഒരു ദീനിയായ പശ്ചാത്തലത്തിലല്ലാത്തപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് പ്രേമം. അതിന് പിൻവാങ്ങി നല്ല ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആ നല്ല ഒരു ജീവിതത്തിന് ചില നന്മകളുണ്ടാകും. പല നുഹിയനുഹു ഹയാത്തും തൊയ്യബ, വിശ്വാസം നന്നാക്കി നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ അവർക്ക് നല്ലൊരു ജീവിതം നൽകാമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ നന്നായിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ആ ഒരു നല്ല ജീവിതം അവർക്ക് ലഭിക്കും. ലഭിക്കില്ലെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ എന്താണ് അതിലൊരു വിഷയം എന്ന് വെച്ചാൽ ഈ വിവാഹ സമയത്ത് പറ്റിയ അബദ്ധങ്ങൾ അതെന്ത് ചെയ്യാം? ഒരു പക്ഷേ സ്വാഭാവികമായും ജീവിതത്തിൽ പ്രതിഫലിക്കാം. ഏതുപോലെ? ഒരു മദ്യപാനി, അയാൾ മദ്യപാനം നിർത്തി തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങി, അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിച്ചു, ഒരു നല്ല മനുഷ്യനായി. പക്ഷെ സ്വാഭാവികമായി എന്ത് ചെയ്യാം? കഴിഞ്ഞ 10 കൊല്ലം മദ്യപിച്ചതിൻ്റെ ചില പ്രശ്നങ്ങൾ അയാളുടെ വയറിനോ അല്ലെങ്കിൽ അയാളുടെ ലിവറിനോ അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിലോ വരുന്നതില്ലാതാവുക എന്നുള്ളത് ഉണ്ടാവില്ലല്ലോ. അത് എന്തുകൊണ്ടാണ്? അത് അയാളിൽ സംഭവിച്ച തെറ്റുകൾക്ക്, അള്ള വിരോധിച്ച തെറ്റുകൾക്ക് ചില പരിക്കുകളുണ്ട്. അത് പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളത് ചിലപ്പോൾ സാധ്യമാവില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രേമവിവാഹത്തിലൂടെ വരുന്ന കുറേ പ്രശ്നങ്ങൾ ഒരു പക്ഷേ അവരുടെ മതപരമായ മാറ്റം കൊണ്ട് പരിഹരിച്ചേക്കാം. ഇപ്പോൾ ഉദാഹരണം, വിശ്വാസക്കുറവ്.
പ്രേമിക്കുന്ന ആളുകൾക്ക് എപ്പോഴും എന്താണ്, അവർ അവിഹിതമായി പരസ്പരം ചാറ്റ് ചെയ്തത് കൊണ്ട് എന്താണ്, അവർക്ക് പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെടും. കാരണം അന്ന് അയാളുടെ സ്വകാര്യമായി വിളിച്ച ആളല്ലേ, ബന്ധപ്പെട്ട് ആ വിശ്വാസം തിരിച്ചെടുക്കാൻ ചിലപ്പോൾ ദീനിയായ മാറ്റം കൊണ്ട് പറ്റും. കാരണം അന്ന് അയാൾക്ക് നിസ്കാരം ഉണ്ടായിരുന്നില്ല, അന്ന് അയാൾക്ക് ദീൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് അയാൾ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം അയാൾ ഒരു പെണ്ണിനും ചാറ്റ് ചെയ്യൂല, ഇപ്പം അവളൊരു പെണ്ണിനും ചാറ്റ് ചെയ്യൂല. അത് ദീന് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ വിശ്വാസത്തെ തിരിച്ചു പിടിക്കാൻ പറ്റും. മനസ്സിലായി? പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങൾ ഇങ്ങനെ പ്രേമിച്ച് വിവാഹം കഴിച്ചത് കൊണ്ട് വിവാഹത്തിന്റെ ചില തീരുമാനങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, അതിന് ചില പരിക്ക് ഞങ്ങൾക്കുണ്ടാകും എന്ന് തിരിച്ചറിയുമ്പോഴും അവർക്ക് ആ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ പൊതുവെ എന്താണെന്ന് വിചാരിച്ചാൽ, പ്രേമത്തിലൂടെ വിവാഹത്തിൽ വന്ന പല ഭാര്യമാർക്കും ഭർത്താക്കന്മാരോട് പലപ്പോഴും ഒരു റെസ്പെക്ട് ഉണ്ടാവില്ല. റെസ്പെക്ട് ഇല്ലാതിരിക്കാൻ കാരണം വെച്ചാൽ അവരൊരു ഫ്രണ്ട്സ് ആയിട്ടാണ് വിവാഹത്തിലേക്ക് വന്നത്. അവരൊരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട്. ഇപ്പൊ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തല്ല, അതിൽ ഒരാൾക്കും പ്രത്യേകമായിട്ട് ഒരു കൈകാര്യ കർത്തൃത്വങ്ങളില്ല, നേതൃത്വമില്ല, രണ്ടാളും ഒരേപോലെയാണ്. ഒരുപക്ഷെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ പോലും എന്ത് ചെയ്യും, ഭർത്താവിനെ ചിലപ്പോൾ നമ്മൾ നീന്നോ ഒന്നും നമ്മൾ പറയില്ല. പക്ഷേ പ്രേമിക്കുന്ന ആളുകൾ എപ്പോഴും എന്ത് ചെയ്യും, വിവാഹം കഴിഞ്ഞാൽ പോലും ഒരു പേര് വിളിക്കും. അതെന്ന് വെച്ചാൽ അവരങ്ങനെയാണ് വന്നത്, അവർക്ക് വിവാഹത്തിന്റെ പിറ്റേന്ന് മുതൽ വീണ്ടും മാറാൻ സാധിക്കില്ല. പക്ഷേ നേരെ മറിച്ച് എന്ത് ചെയ്യും, അവർക്ക് ദീനി ബോധം ഉണ്ടെങ്കിൽ ഇതിന്റെ ഭർത്താവാണ്, എന്നെക്കാളും ഏജ് കുറവാണെങ്കിൽ പോലും, 26 വയസ്സായ ഒരു പെൺകുട്ടി 23 വയസ്സായ ഒരുത്തിനെ പ്രേമിച്ച് വിവാഹം കഴിച്ചാലും വയസ്സ് അവന് കുറവാണെങ്കിൽ അവൻ ഭർത്താവാണ്, ഞാൻ അവനെ ആദരിക്കണം എന്ന മതപരമായിട്ടുള്ള നിയമം പാലിച്ചുകൊണ്ട് ഒരു പക്ഷേ അവൾ അവനെ ബഹുമാനിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാം. അപ്പോൾ ദീനിയായ മാറ്റം കൊണ്ട് അവരുടെ പ്രേമവിവാഹങ്ങളുടെ പല പരിക്കുകളും എന്ത് ചെയ്യാം, ഒഴിവായി പോയേക്കാം. പക്ഷേ നമുക്ക് അത് ഒരു തെറ്റായ വഴിയിലൂടെ വരുന്നത് കൊണ്ട് അത് പൂർണ്ണമായും എന്ത് ചെയ്യാണ്, ശരിയാക്കപ്പെടും എന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി അവർ ജീവിച്ചാൽ മതി, അവർക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതല്ലാതെ പ്രേമിച്ചവർക്ക് ഒരിക്കലും ഒരു വിവാഹത്തിൽ വന്ന അവർക്കൊരു കുടുംബജീവിതമല്ല, അവർക്കൊരു നന്മ ഉണ്ടാവില്ല, അതിലുണ്ടാകുന്ന മക്കൾ ശരിയാവില്ല എന്നൊന്നും ആരും പറയുന്നില്ലല്ലോ. വിവാഹം ലീഗലാണ്, മതപരമാണെങ്കിൽ ആ വിവാഹാനന്തരമുള്ള ജീവിതം എന്താണ്, തീർത്തും ഇസ്ലാമികപരമാണ്, അതിനൊരു പ്രശ്നമല്ല. പക്ഷെ അതിന് മുമ്പുണ്ടായ കാര്യങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. ഈ അവിഹിതത്തിലൂടെ വിവാഹത്തിലേക്ക് എത്തിയതുകൊണ്ട് ഒരു ബർക്കത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്ന് അള്ളാഹുവോട് ആത്മാർത്ഥമായി ഒരു പ്രാർത്ഥിക്കുകയും വേണം. അത്രയും പറയാൻ പറ്റും. അത് ഈ വിവാഹം ഇങ്ങനെ ഒരു വഴിയിലൂടെ വിവാഹത്തിലേക്ക് എത്തിയാൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അത് കൂടുതൽ വേദന ഉണ്ടാകാം. പിന്നെ അതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ നല്ലൊരു ദീനിയായ ഒരു അവസ്ഥയിലേക്ക് വന്ന ആളുകൾക്ക് ഈ സംശയത്തിന്റെ വകുപ്പൊക്കെ ഒഴിവായിട്ടുണ്ടാവും. അപ്പോൾ അവർ ഒരുപക്ഷെ ചിന്തിക്കണം, ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രയോഗങ്ങൾ ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി സംശയം ഉണ്ടാക്കലാകുമോ എന്നൊക്കെ ചിന്തിച്ച ആളുകളും ഒരുപക്ഷെ ഉണ്ടാവും. തിരുത്തപ്പെടുന്നതാണ്. എന്തായാലും ആ ഒരു ദീനിയായ ജീവിതം അവർക്ക് അത്തരം ഉപകാരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം.